വി ഡി സതീശനെ അടപടലം ആക്രമിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗിലെ നേതാക്കൾ. ഒന്ന് കെ എം ഷാജി, ലീഗിന്റെ തീപ്പൊരിയാണ് കെ എം ഷാജി. കെ എം ഷാജി പറയുന്നത് വി ഡി സതീശൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിം ലീഗിന് ഏത് നിലപാടാണോ ഉണ്ടായിരുന്നത് ആ നിലപാടിൽ ഒരു മായവും ചേർത്തിട്ടില്ല എന്നാണ് കെ എം ഷാജി പറയുന്നത്. കെ എം ഷാജി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ഒന്നാണെന്ന, ലീഗിന് ഒരു പ്രശ്നവുമില്ല, ഒന്നും തടസ്സമില്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ, അങ്ങനെ ഒന്നാണെങ്കിൽ പിന്നെ എന്തിന് രണ്ട് കക്ഷികളായി നിൽക്കുന്നു? അവർക്ക് മുസ്ലിം ലീഗിനോടൊപ്പം ലയിച്ചാൽ പോരെ? വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി എന്തിനാണ്? അവർക്ക് പിന്നെ മുസ്ലിം ലീഗിൻ്റെ കൂടെ ലയിച്ചാൽ പോരെ? അതുകൊണ്ട് നയവ്യതിയാനമുണ്ട്, നയവ്യത്യാസമുണ്ട്. നിലപാടുകളിൽ ഒരു ചെറിയ കടുകുമണി പോലും മുസ്ലിം ലീഗ് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്ന് കെ എം ഷാജി പറയുന്നു. അത് വി ഡി സതീശനാണ് വെല്ലുവിളിയാകുന്നത്. വി ഡി സതീശൻ മൈക്കെടുത്ത് വെച്ച് പറഞ്ഞില്ലേ, ജമാഅത്തെ ഇസ്ലാമി അത് അവരുടെ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളെ പിന്തുണയ്ക്കും എന്ന് പറയുന്നതിനൊപ്പം മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ധാരണ, അല്ലെങ്കിൽ മുന്നണിയോട് സഹകരിപ്പിക്കാനുള്ള ധാരണ എന്ന് വി ഡി സതീശൻ പരസ്യമായി പറയുമ്പോൾ അത് മുസ്ലിം ലീഗിന് വലിയ ഷെയിമാണ്. പപ്പി ഷെയിം എന്നൊക്കെ കുട്ടികൾ പറയില്ല, അതുപോലെ അത്രമാത്രം നാണക്കേടാണ് സൃഷ്ടിച്ചത് വി ഡി സതീശൻ ആ ഒരു പ്രസ്താവനയിലൂടെ. അതിന് മറുപടിയാണ് കെ എം ഷാജി ഇപ്പോൾ പറയുന്നത്. ഒരു തരി പോലും മാറ്റമില്ല, നിലപാട് കൃത്യമാണ്. മതരാഷ്ട്രവാദത്തെ, മതവർഗീയവാദത്തെ മുസ്ലിം ലീഗ് ഇഷ്ടപ്പെടുന്നില്ല, മുസ്ലിം ലീഗ് അണികൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതോടെ കെ എം ഷാജിയുടെ ഒന്നാമത്തെ വെട്ട് വി ഡി സതീശനെ കൊണ്ടു. അടുത്ത എം കെ മുനീർ നമുക്കറിയാം, സി എച്ച് മുഹമ്മദ് കോയയുടെ മകനാണ്, മുഖ്യമന്ത്രിയുടെ മകനാണ്. എം കെ മുനീർ പലതവണ മന്ത്രിയായിട്ടുള്ള ആളാണ്, പിന്നെ ചിന്തകനും എഴുത്തുകാരനും ഒക്കെയാണ്. ഒരു സൗമ്യമുഖമാണ് യു ഡി എഫിലെ. മുസ്ലിം ലീഗിന്റെ സൗമ്യമുഖം എന്ന് പറയുന്നതിലും തെറ്റില്ല. എം കെ മുനീർ വരെ പറഞ്ഞു വി ഡി സതീശൻ എന്ത് പോഴത്തരമാണ് പറഞ്ഞത്. പണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി ഈ അടുത്ത കാലത്തൊക്കെയാണല്ലോ ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ എഴുതിയ മുസ്ലിം ലീഗിലെ നേതാക്കളും ആചാര്യന്മാരും, പാണക്കാട് ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതിയ ലേഖനങ്ങളും അവർ പറഞ്ഞ പ്രസംഗങ്ങളും ഒക്കെ മായാതെ നിൽപ്പുണ്ട്. അതിലെങ്ങനെ നമുക്ക് കളങ്കം ചേർക്കാൻ പറ്റും? അതിൽ വെള്ളം ചേർക്കാൻ എങ്ങനെ കഴിയും? അവരുടെ നിലപാടുണ്ട്, ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മതവർഗീയവാദത്തിനെതിരെയാണ് ലീഗിന്റെ നിലപാട്. ലീഗിന് അവരോട് ഒരു അയിത്തമുണ്ട് എന്ന് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. വെറും രണ്ടും നാലും വോട്ടിന് വേണ്ടി വി ഡി സതീശൻ ഇങ്ങനൊരു ബാന്ധവം കെട്ടിച്ചമച്ചപ്പോൾ, അല്ലെങ്കിൽ ബാന്ധവത്തിന് തയ്യാറായപ്പോൾ, അവിടെ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചപ്പോൾ, മുസ്ലിം ലീഗുകാരുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ബാന്ധവം എന്ന് വിളിച്ചു പറഞ്ഞത് എം കെ മുനീറിനും ഒട്ടും സഹിച്ചിട്ടില്ല. അതുകൊണ്ട് എം കെ മുനീർ വി ഡി സതീശന്റെ രണ്ടാമത്തെ ആണി അടിക്കുന്നു. ഇനി അവസാനത്തെ ആണി അടിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ഈ യു ഡി എഫ് ഘടകകക്ഷിയിലെ ഒരു സുപ്രധാന നേതാവാണല്ലോ പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ നേതാവും. പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നതിനപ്പുറത്തേക്ക് തങ്ങൾ കുടുംബം പോലും അങ്ങനെ പോകാറില്ല. പക്ഷേ തങ്ങൾ കുടുംബമാണ് വലുതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എപ്പോഴും പറയുകയും ചെയ്യും. കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞില്ലേ, വി ഡി സതീശൻ എന്ത് പോഴത്തരമാണ് കാണിച്ചത്. വി ഡി സതീശൻ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയെ അസോസിയേറ്റ് മെമ്പറാക്കാം ഘടകകക്ഷിയിൽ എന്നൊക്കെ വാദിക്കുമ്പോൾ ലീഗിനെ എന്തിന് വലിച്ചിഴയ്ക്കുന്നു? ലീഗിനെ ഇതിനകത്തേക്ക് എന്തിന് വി ഡി സതീശൻ വലിച്ചിഴച്ചു? ലീഗിന്റെ പ്രതിച്ഛായ എന്തിന് വി ഡി സതീശൻ നഷ്ടമാക്കി എന്ന ചോദ്യം തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്ത് ചോദിക്കുന്നത്. ചുരുക്കത്തിൽ കെ എം ഷാജിയും എം കെ മുനീറും അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗുകാർ ആരുടെ കൂടെ ആയിരിക്കും? ലീഗിന്റെ വോട്ട് എങ്ങോട്ട് പോകും എന്നൊരു വലിയൊരു ആശ്ചര്യചിഹ്നം, അല്ലെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നം ആണ്. മുസ്ലിം ലീഗിന്റെ വോട്ട് ഒന്നുകിൽ ആർക്ക് പോകും? എം സ്വരാജിന് പോകും. എം സ്വരാജ് ജനകീയനായ സ്ഥാനാർത്ഥിയാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. അല്ലെങ്കിൽ പി വി അൻവറിനെ മുന്നണിയിലെടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് പോലും മുന്നണിയിലെടുക്കാതെ പടിയടച്ച് ഇറക്കിവിട്ട വി ഡി സതീശനെതിരെയുള്ള വിധിയെഴുത്താകും മുസ്ലിം ലീഗ് എഴുതാൻ പോകുന്നത് എന്നത് ഈ നേതാക്കളുടെ വാക്കുകളിൽ നിന്നറിയാം. ചുരുക്കത്തിൽ വി ഡി സതീശന്റെ കിളിവറക്കാനുള്ള കാരണം ഇതാണ്. ലീഗിന് ഇഷ്ടപ്പെട്ടിട്ടില്ല നിലമ്പൂരിലെ വി ഡി സതീശന്റെ എടുത്തുചാട്ടങ്ങൾ.